أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم وأن المساجد لله فلا تدعوا مع الله أحدا. വേദിയിലെ ആദരണീയ പണ്ഡിതന്മാരെ, നേതാക്കളെ, ബഹുമാന്യ രക്ഷിതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ പയ്യന്നൂർ പ്രദേശത്തുള്ള ജനങ്ങൾ മനസ്സിലാക്കിയ പോലെ ചില പ്രത്യേക വിഷയങ്ങളിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ സംഘടിപ്പിക്കുന്ന മുഖാമുഖമാണ് ഇവിടെ നടക്കുന്നത്. 2-3 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവിടെ ആശയപരമായ ചർച്ച നടക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന വിഷയത്തിലാണ് ആദ്യമായി അല്പം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. മുസ്ലിം സമൂഹത്തിൽ വളരെയധികം തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയമാണ് പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണോ നടത്തേണ്ടത്, അതല്ല അല്ലാഹു അല്ലാത്തവരോടും നടത്താൻ പറ്റുമോ, അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടതെന്ന് മുജാഹിദ് പ്രസ്ഥാനം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് മുജാഹിദുകളുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും വിമർശിച്ചുകൊണ്ട് ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന വാദം അത് ഇബ്ലീസിൻ്റെ വാദമാണ്, മുസ്ലിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ വാദമല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് സ്വീകരിക്കാൻ പറ്റിയ ആദർശമല്ല എന്ന്. എന്നാൽ ആ വിഷയത്തിൽ
ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാകുന്ന വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും എന്താണ് പറയുന്നത്? ഈ ശബ്ദം കേൾക്കേണ്ടത് ഒരുപക്ഷേ എന്താണ് മുജാഹിദുകൾക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്, ഈ വിഷയത്തിൽ ഏതെല്ലാം കാര്യങ്ങളാണ് അവർക്ക് ജനങ്ങളെ പഠിപ്പിക്കാനുള്ളത് എന്ന് സത്യാന്വേഷണ ബുദ്ധിയോടെ ഈ കാര്യം, ഈ സംസാരം ശ്രദ്ധിക്കുന്ന, ശേഷമുള്ള ചർച്ചകൾ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സഹോദരങ്ങളോട്, രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഈ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നത് എന്ന പരിശോധന. ആ പരിശോധനയാണ് നമ്മൾ നടത്തേണ്ടത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അവിടെ പിന്നെ നമ്മൾ ശീലിച്ച ശീലമോ കുടുംബത്തിൻ്റെ സാഹചര്യമോ നാട്ടിൻ്റെ സാഹചര്യമോ അതുപോലുള്ള ഭൗതികമായ ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല. എന്താണോ ഇസ്ലാമിക പ്രമാണങ്ങൾ ആ വിഷയത്തിൽ പഠിപ്പിക്കുന്നത് അവിടെ നിൽക്കാൻ സന്നദ്ധരാവണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അതുകൊണ്ട് അവൻ്റെ കൂടെ മറ്റൊരാളോടും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവോട് മാത്രമായിരിക്കണം എന്നാണല്ലോ അതിൻ്റെ ആശയം. മാത്രമല്ല, പ്രാർത്ഥിക്കൽ, അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇബ്ലീസിന്റെ വാദമായിരുന്നു, പിശാചിന്റെ ആശയമായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിക്കുമോ? മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയേ, നിങ്ങൾ പറയണം ജനങ്ങളോട്, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കില്ല, അവനിൽ ഞാൻ ഒരാളെയും ശിർക്ക് ചെയ്യില്ല എന്ന് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അല്ലാഹുവോട് മാത്രം ദുആ ചെയ്യുക, അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇബ്ലീസിന്റെ ആശയമല്ല, മറിച്ച് അല്ലാഹു പഠിപ്പിച്ച ആശയമാണ്. ഈ ലോകത്ത് വന്ന പ്രവാചകന്മാർ അഖിലവും സ്വീകരിച്ച, അവരുടെ സമൂഹത്തെ പഠിപ്പിച്ച ആശയമാണ്. ആ പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വീകരിക്കുകയും പ്രഖ്യാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആദർശമാണ്. അവിടുത്തെ സ്വഹാബത്ത് സ്വീകരിച്ച ആശയമാണ്. നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ട ആശയമാണ്. നമ്മുടെ സമൂഹത്തിൽ ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ തേട്ടം ആരോടാണ്? പ്രാർത്ഥന ആരോടാണ്? യാ റസൂലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതുപോലെ മുഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ ചില പ്രാദേശികമായി അറിയപ്പെടുന്ന ചില ഷെയ്ഖുമാരോടും അതുപോലുള്ള ആളുകളോടുമൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്? അതിന്റെ കാരണം നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ നമസ്കാരം അത് അല്ലാഹുവിന് മാത്രമല്ലേ നമ്മൾ നിർവഹിക്കുന്നത്? നമ്മുടെ ചില സഹോദരങ്ങളുണ്ട്, നമസ്കരിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ നിയ്യത്ത് ഉറക്കെ പറയും. സത്യത്തിൽ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സ് കരുതലാണ്. അത് തലഫുള്, പദം പറയേണ്ട ആവശ്യമില്ല, അതങ്ങനെ പറയലില്ല. മറിച്ച് നെയ്യത്ത് മനസ്സിൽ കരുതലാണ്. പക്ഷെ ചില ആളുകൾ പറയുമ്പോൾ പറയാറുള്ളത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാൻ പഠിപ്പിച്ചിട്ടില്ല, എന്നിട്ടും പറയുന്ന ആളുകൾ തന്നെ പറയാറുള്ളത് എന്താ? ഉസല്ലി ലില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ അല്ലാഹുവിനെ നിസ്കരിക്കുന്നു എന്നാണ്. ആരും പറയുന്നില്ല ഉസല്ലി ലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് നബിക്ക് നിസ്കരിക്കുന്നു എന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ ഉസല്ലി ലി നൂഹിൻ, നൂഹ് നബിക്ക് ഞാൻ നിസ്കരിക്കുന്നില്ല. അല്ലെങ്കിൽ ഉസല്ലി ലി ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്നില്ല. മറിച്ച് അല്ലാഹുവിന് എന്നാണ്. എന്തുകൊണ്ട്? നമസ്കാരം ആരാധനയാണ്. നോമ്പോ അതും അല്ലാഹുവിനാണ്. ഹജ്ജോ അതും അല്ലാഹുവിനാണ്, ഇബ്രാഹിം നബിക്കല്ല.
എങ്കിൽ പ്രിയമുള്ളവരെ, ഈ നമസ്കാരം പോലെ, ഈ നോമ്പ് പോലെ, ഈ ഹജ്ജ് പോലെ, അതുപോലുള്ള മറ്റു ആരാധനാ കർമ്മങ്ങളെ പോലെ ഈ പ്രാർത്ഥനയാകുന്ന ആരാധനയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കണം അർപ്പിക്കേണ്ടത്. അല്ലാഹു എന്താ പറഞ്ഞത്? വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അല്ലാഹുവിന്റെ ചോദ്യമാണ്, വമൻ അളല്ലു, ആരുണ്ട് ഏറ്റവും വഴിപിഴച്ചവൻ, മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിഴച്ചവൻ മറ്റാരാണുള്ളത്? ആരോടാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്തവരോടാണ് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഇവർ അവരുടെ പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധരാണ്. ആ പ്രാർത്ഥന അവർ കേൾക്കുന്നില്ല, ആ പ്രാർത്ഥന അവർ അറിയുന്നില്ല. അങ്ങനെയുള്ളവരോടാണല്ലോ ഇവർ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിഴച്ചവർ മറ്റാരാണുള്ളത്? എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. അങ്ങനെ നാളെ പരലോകത്ത് എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഇവർ അവർക്ക് ശത്രുക്കളാകും. അഥവാ ഈ പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ പ്രാർത്ഥിച്ച ആളുകൾക്ക് ശത്രുക്കളാകും. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. മാത്രമല്ല, അവർ ഇവരുടെ ആ ഇബാദത്തിനെ നിഷേധിക്കുകയും ചെയ്യും, നിഷേധിക്കുന്നവരായി തീരുകയും ചെയ്യും. നമ്മൾ നോക്കണം പ്രിയമുള്ളവരെ, വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. അവരുടെ ആ ഇബാദത്തിനെ, ഏതാണ് അവിടെ ഇബാദത്ത്, ഏതാണ് അവിടെ ആരാധന? നേരത്തെ പറഞ്ഞില്ലേ, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കുന്നവരെന്ന് പറഞ്ഞില്ലേ. ആ പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ ഇബാദത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ പ്രാർത്ഥന നമ്മുടെ നമസ്കാരം പോലെ, അതുപോലെ നോമ്പ് പോലെ, മറ്റുള്ള ആരാധനാ കർമ്മങ്ങളെ പോലെ ആരാധനയാണെങ്കിൽ, നമസ്കാരം അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതിൽ നമുക്ക് തർക്കമില്ലെങ്കിൽ, ഹജ്ജ് അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതിൽ നമുക്കിടയിൽ തർക്കമില്ലെങ്കിൽ, അതുപോലെ തർക്കമില്ലാതെ നമ്മൾ നെഞ്ചോടടുപ്പിക്കേണ്ട ആദർശമല്ലേ ഈ പ്രാർത്ഥന ആരാധനയാണ് എന്നുള്ളതിനാൽ അതും അല്ലാഹുവോട് മാത്രമേ നടത്തുകയുള്ളൂ എന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുപോലെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്തുകൊണ്ട് ആ പ്രാർത്ഥന പാടില്ല? എന്തുകൊണ്ട് പാടില്ല? മറ്റൊരു കാരണം അല്ലാഹു പറയുന്നു, നോക്കൂ, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഖിത്മീർ പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. അറബികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമെന്ന ഒരു ഉദാഹരണം, അവർക്ക് പഠിപ്പിക്കാൻ പറ്റിയ വല്ലാത്തൊരു ഉദാഹരണം, ഈത്തപ്പഴക്കുരുവിൻ്റെ മീതെയുള്ള ആ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന പാടയില്ലേ, അതുപോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. മാത്രമല്ല അല്ലാഹു പറയുകയാണ്, ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. അല്ലാഹു പറയുന്നു, ഇൻ തദ്ഊഹും, നിങ്ങൾ അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഊ ദുആഅകും, നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല, നിങ്ങളുടെ ആ പ്രാർത്ഥന അവർ കേൾക്കില്ല. വലൗ സമിഉ, ഇനി കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ കേൾക്കില്ല. എന്നാലും കേട്ടാലോ എന്നൊരു ചിന്ത, ആ ചിന്തയുടെയും മുനയൊടിക്കുകയാണ്. ഇനി കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല. തീർന്നില്ല, പറയുകയാണ്, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, പരലോകത്ത് നിങ്ങളുടെ ആ ശിർക്കിനെ അവർ നിഷേധിക്കും. ഏതാണ് ആ ശിർക്ക്? ഏതാണ് ആ ശിർക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ പ്രാർത്ഥിച്ചില്ലേ, ആ പ്രാർത്ഥന, ആ ശിർക്കിനെ അവർ നാളെ പരലോകത്ത് നിഷേധിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അഥവാ അത് ശിർക്കാണ്.
അപ്പോ അള്ളാഹുവിന് മാത്രമായിരിക്കണം പ്രാർത്ഥന അർപ്പിക്കേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാതെ ആരാധന അർപ്പിക്കലാണ് ആ പ്രാർത്ഥന വഴി ചെയ്യുന്നത്. അതുപോലെ അള്ളാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. എന്തുകൊണ്ട്? അള്ളാഹുവോടല്ലാതെയുള്ള പ്രാർത്ഥന ശിർക്കാണ്. ശിർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതിൽ മുസ്ലിംകൾക്കിടയിൽ തർക്കമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ നബിയേ, നിങ്ങൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാർക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. എന്ത്? ലഇൻ അശ്റക്ത, നിങ്ങൾ അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ അമൽ ബാത്തിലായി പോകും നബിയേ. നിങ്ങളുടെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകും, നോമ്പ് നഷ്ടപ്പെട്ടു പോകും, ജീവിതത്തിൽ ചെയ്ത മുഴുവൻ അമലുകളും നഷ്ടപ്പെട്ടു പോകും നബിയേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു. ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും നബിയേ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോ ശിർക്ക് ചെയ്യാൻ പാടില്ല, ചെയ്താൽ മുഴുവൻ അമലും നഷ്ടത്തിലാണ്. ആ ശിർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇനിയോ അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതിന് അനവധി നിരവധി കാര്യകാരണങ്ങൾ വെച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൻ നഹ്ലിലെ ഒരു പ്രയോഗം നോക്കൂ നമ്മൾ. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹ്യാ വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. അല്ലാഹ് പറയുകയാണ്, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, ആ പ്രാർത്ഥിക്കപ്പെടുന്നവരുണ്ടല്ലോ, ലാ യഖ്ലുഖൂന ശൈആ, അവരൊന്നും സൃഷ്ടിക്കുന്നില്ല, വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടിക്കപ്പെടുന്നവരാണ്, സൃഷ്ടികളാണ്, മഖ്ലൂഖീങ്ങളാണ്. അംവാതുൻ ഗൈറു അഹ്യാ, മരിച്ചവരാണ്, ജീവനില്ലാത്തവരാണ്. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള്, അതവർക്കറിയില്ല. നോക്കൂ പ്രിയമുള്ളവരെ, 4 കാരണങ്ങൾ ഈ 2 ആയത്തുകളിലായിട്ട് അല്ലാഹു പറഞ്ഞില്ലേ. ഒന്നെന്താണ്? അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ, ആ പ്രാർത്ഥിക്കപ്പെടുന്നവർ ലാ യഖ്ലുഖൂന ശൈആ, അവരൊന്നും സൃഷ്ടിക്കുന്നില്ല. ഒരു വിഗ്രഹം വല്ലതും ഇവിടെ സൃഷ്ടിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ വിഗ്രഹത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. കല്ല് വല്ലതും സൃഷ്ടിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് കല്ലിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. മരം വല്ലതും സൃഷ്ടിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് മരത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. അമ്പിയാക്കൾ വല്ലതും സൃഷ്ടിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് അമ്പിയാക്കളോടും പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. ഔലിയാക്കൾ വല്ലതും സൃഷ്ടിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവരോടും പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ സൃഷ്ടിക്കുന്നവൻ, സൃഷ്ടിച്ചവൻ, സൃഷ്ടാവ്, ഖാലിഖാര് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ആ ഖാലിഖായിട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രം. പിന്നെ അല്ലാഹു എന്താ പറഞ്ഞത്? വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടിക്കപ്പെടുന്നവർ, സൃഷ്ടികളാണ്, മഖ്ലൂഖീങ്ങളാണ്. അഥവാ നോക്കൂ, കല്ല് സൃഷ്ടിയാണ്, സൃഷ്ടാവല്ല, അതുകൊണ്ട് കല്ലിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. മരം മഖ്ലൂഖാണ്, അതുകൊണ്ട് അതിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അമ്പിയാക്കളും ഔലിയാക്കളും മഖ്ലൂഖീങ്ങളാണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് മഖ്ലൂഖീങ്ങളിൽ പെടാത്ത, മഖ്ലൂഖല്ലാത്ത, ഖാലിഖായ, എല്ലാ മഖ്ലൂഖിന്റെയും ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം. ഈ വിഷയത്തിൽ ഒരു തർക്കം നമ്മുടെ സമൂഹത്തിൽ വേണോ? സത്യത്തിൽ അപ്പോൾ ആലോചിച്ചു നോക്കൂ. പിന്നീട് അല്ലാഹു പറഞ്ഞു, അംവാതുൻ ഗൈറു അഹ്യാ, അവർ മരിച്ചവരാണ്, ജീവനില്ലാത്തവരാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലും മരിക്കാത്തവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ? അമ്പിയാക്കൾ, ഔലിയാക്കളാണോ? റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ഒരിക്കലും മരിക്കാത്തവൻ, അത് റഹ്മാനായ റബ്ബാണ്. അതുകൊണ്ട്
ആ റബ്ബിനോടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളെന്ന് അവർക്കറിയില്ല. അമ്പിയാക്കൾക്കറിയുമോ? ഇല്ല. ഔലിയാക്കൾക്കറിയുമോ? ഇല്ല. അതുപോലെ വിഗ്രഹത്തിനറിയുമോ? കല്ലിനറിയുമോ? മരത്തിനറിയുമോ? ഇല്ല. അതുകൊണ്ടറിയുന്ന ഈ ലോകത്തിന്റെ സട്ടാവ് റബ്ബ് സുബ്ഹാനഹു വ തആല, അവനോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അത് സ്വീകരിച്ചുകൂടെ? നമുക്ക് ഒരു തർക്കം വേണ്ടതുണ്ടോ? അതിൽ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ദുആ ചെയ്യേണ്ടത് ആ റഹ്മാനായ റബ്ബിനോടായിരിക്കണേ എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറഞ്ഞാൽ തെറ്റായ ആശയമാണോ അത്? ഈ സമൂഹത്തോട് പറയാൻ പാടില്ലാത്ത ആദർശമാണോ അത് എന്ന് നിഷ്പക്ഷമതികൾ നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ, അല്ലാഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി പറയാണ്. എന്തേ? നിങ്ങളൊന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു നോക്കുക അവരോട്. ആ അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഇലാഹുകളാണെന്ന് ജൽപ്പിക്കുന്ന, പ്രാർത്ഥനക്ക് അർഹരാണെന്ന് നിങ്ങൾ വാദിക്കുന്ന അവരുണ്ടല്ലോ, ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ അവരോട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നീക്കം ചെയ്യാൻ, അതില്ലാതാക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. നിങ്ങൾക്കുണ്ടായ പ്രയാസം മറ്റൊരു രൂപത്തിലാക്കി മാറ്റുവാനോ, അത് മറ്റൊരാളിലേക്കാക്കി മാറ്റുവാനോ എന്തെങ്കിലും ഒരു തഹ്വീല്, എന്തെങ്കിലും ഒരു മാറ്റം അവർക്ക് സാധ്യമല്ല. എന്നിട്ടോ ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖറബ്. അല്ലാഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, അവർ യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവിടെ റബ്ബിലേക്ക് സാമീപ്യം തേടുന്നവരാണ്, റബ്ബിലേക്ക് വസീല തേടുന്നവരാണ് അവർ. മാത്രമാണോ വയർജൂന റഹ്മത്ത് അയ്യുഹും അഖറബ്, അല്ലാഹുവുമായിട്ട് ഏറ്റവും അടുത്ത മുഖറബീങ്ങളായ അവര് വരെ, ആ അടിമകൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സാമീപ്യം തേടുന്നവരാണ്. വയർജൂന റഹ്മതഹു, അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നവരാണ്. വയഖാഫൂന അദാബഹു, അല്ലാഹുവിന്റെ ശിക്ഷ ഭയപ്പെടുന്നവരാണ്. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ, തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അത് ഭയപ്പെടേണ്ടത് തന്നെയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ആരോട് വിളിച്ചു പ്രാർത്ഥിച്ചാലും നമുക്കെന്തെങ്കിലും പ്രയാസം നീക്കി തരുവാനോ, അതുപോലെ നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യുവാനൊന്നും സാധ്യമല്ല. പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യുന്നവൻ അത് റഹ്മാനായ റബ്ബ് മാത്രമാണ്. ഇങ്ങനെ അനവധി നിരവധി കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനിലൂടെ ഈ വിഷയമായി നാം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് മുജാഹിദുകൾ ആയത്തും ഹദീസും ഓതിക്കൊണ്ട് സമർത്ഥിച്ചാലും നമ്മുടെ നാട്ടിൽ ചില വ്യാഖ്യാനങ്ങൾ വരാറുണ്ട്. എന്താണ്? മഹാന്മാരെ നമ്മൾ ആദരിക്കണ്ടേ, അമ്പിയാക്കളെയും ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും ശുഹദാക്കളെയും നമ്മൾ ബഹുമാനിക്കണ്ടേ, സ്നേഹിക്കണ്ടേ? കണ്ടോ, മുജാഹിദുകൾ, വഹാബികൾ, അവർക്ക് അമ്പിയാക്കളോട് സ്നേഹമില്ല, ഔലിയാക്കളോട് ബഹുമാനമില്ല എന്നാണ് പലരും പ്രചരിപ്പിക്കാറുള്ളത്. ഇല്ലേ സഹോദരങ്ങളെ? ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ആളുകളെങ്കിലും ഉണ്ടാവില്ലേ മുജാഹിദുകൾക്ക് അവർ സുന്നത്തിയമായിട്ട് പറഞ്ഞിട്ടെന്താ, ഖുർആൻ ഓതിയിട്ടെന്താ, ഹദീസ് ഓതിയിട്ടെന്താ, അവർക്ക് അമ്പിയാക്കളോട് സ്നേഹമില്ലല്ലോ, ഔലിയാക്കളോട് ബഹുമാനമില്ലല്ലോ എന്ന് സഹതാപത്തോടെ ചിന്തിക്കുന്ന സഹോദരങ്ങൾ ഒരു പക്ഷെ ഉണ്ടാവാം. പ്രിയമുള്ളവരെ, ഒന്ന് കേൾക്കൂ നിങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒന്ന് കേൾക്കൂ നിങ്ങൾ. അമ്പിയാക്കളെ ആദരിക്കണമെന്ന് തന്നെയാണ് മുജാഹിദുകൾ പറയുന്നത്. ഔലിയാക്കളെയും ശുഹദാക്കളെയും സ്വാലിഹീങ്ങളെയും ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം എന്ന് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. പക്ഷെ മുജാഹിദുകൾ പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട്. അമ്പിയാക്കളെയും ഔലിയാക്കളെയും അതുപോലെ നമ്മൾ ബഹുമാനിക്കേണ്ട, സ്നേഹിക്കേണ്ട, ആദരിക്കേണ്ട ആ മഹാന്മാരെയൊക്കെ ആദരിക്കേണ്ട പോലെ ആദരിക്കണം. അത് തെറ്റാണോ? അത് തെറ്റാണോ? നിസ്കരിക്കണം, എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ മതിയോ? പോരാ, നിസ്കരിക്കേണ്ട പോലെ നിസ്കരിക്കണം. നോമ്പ് എങ്ങനെയെങ്കിലും നോറ്റാൽ മതിയോ? പോരാ, നോമ്പ് നോൽക്കേണ്ട പോലെ നോൽക്കണം. ഹജ്ജ് എങ്ങനെയെങ്കിലും ചെയ്താൽ മതിയോ? പോരാ, ചെയ്യേണ്ട പോലെ ചെയ്യണം. അതുപോലെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ആദരിക്കുക എന്നത് ഒരു ദീനീ വിഷയമാണ് എന്നുള്ളത് കൊണ്ട്
എങ്ങനെയാണോ ആദരിക്കേണ്ടത് അതുപോലെ ആദരിക്കണം. എങ്ങനെ ബഹുമാനിക്കണമോ, എങ്ങനെ സ്നേഹിക്കണമോ അതുപോലെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. ഇതിൽ തർക്കമുണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. ഇനി എങ്ങനെയാണ് ആ ബഹുമാനം? ആ ബഹുമാനത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പോലെ ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്തിഗാഥ ചെയ്തുകൊണ്ട് ഒരു ബഹുമാനം ഉണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ ബഹുമാനിക്കാം. പക്ഷെ ഇല്ല. നോക്കൂ, നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇമാമുന്നാസ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകനോട് ബഹുമാനമുണ്ടായിരുന്നോ? സ്നേഹമുണ്ടായിരുന്നോ? ആദരവുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ സംഘടന തർക്കമില്ലാത്ത നിലക്കുള്ള നമ്മുടെ ഉത്തരം, അല്ലേ? നമുക്കത് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ബഹുമാനമുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായപ്പോ ഒരിക്കലെങ്കിലും യാ ഇബ്രാഹിം എന്ന് വിളിച്ചുകൊണ്ട് ഇസ്തിഗാഥ ചെയ്തോ? ഒരിക്കലെങ്കിലും ഇല്ല. യാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് തേടിയോ? യാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തേടിയോ? ഇല്ല. മറിച്ച് തേടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. ഇനി ഔലിയാക്കളുടെ ബഹുമാനമുണ്ടായിരുന്നില്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്? അസ്ഹാബുൽ കഹ്ഫ് എന്ന വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഔലിയാക്കൾ, കുറെ കറാമത്തുകൾ വെളിവായ മഹാന്മാരായ ഔലിയാക്കൾ, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? ആ ഔലിയാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബഹുമാനമുണ്ടായിരുന്നോ? ഇല്ലയോ? ഉണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ തന്റെ ജീവിതത്തിലെ വിഷമങ്ങളുടെ പ്രയാസങ്ങളുടെ സമയത്ത് ഒരിക്കലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബുൽ കഹ്ഫിനെ വിളിച്ചുകൊണ്ട് യാ അസ്ഹാബൽ കഹ്ഫ് എന്ന് വിളിച്ചുകൊണ്ട് ഇസ്തിഗാഥ ചെയ്തോ? സഹായം തേടിയോ? പ്രാർത്ഥിച്ചോ? ഇല്ല സഹോദരങ്ങളെ, തേടിയിട്ടില്ല. അതുപോലെ യാ വലിയത്തല്ലാഹി മറിയം എന്ന് പറഞ്ഞുകൊണ്ട് മറിയം ബീവിയോട് ഇസ്തിഗാഥ ചെയ്തോ? ഇല്ല. അപ്പോൾ മുജാഹിദുകൾ പറയുന്നത് അമ്പിയാക്കളെ നമ്മൾ ബഹുമാനിക്കണ്ട എന്നല്ല, അമ്പിയാക്കളെയും ഔലിയാക്കളെയും സ്നേഹിക്കണ്ട, ആദരിക്കണ്ട എന്നല്ല, മറിച്ച് അവരെ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം. ബഹുമാനിക്കേണ്ട പോലെ, ആദരിക്കേണ്ട പോലെ, സ്നേഹിക്കേണ്ട പോലെ അതിൽ ഈ പറഞ്ഞ ഇസ്തിഗാഥ, ആ പ്രാർത്ഥന ഇല്ല. മരിച്ചുപോയ അംബിയ ഔലിയാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് തേടിയ ഒരൊറ്റ രംഗം പോലും ഇല്ല എന്ന കാര്യം, പ്രാർത്ഥിച്ച ഒരൊറ്റ രംഗം പോലും ഇല്ല എന്ന കാര്യം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ പ്രധാനമായി ഈ വിഷയത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു ചിന്തയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനെ പോലെ അല്ലാഹുവിന്റെ അംബിയ ഔലിയാക്കൾക്ക് കഴിവില്ല. എന്നാൽ അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചുകൂടെ എന്ന ഒരു ചിന്തയാണ് പലപ്പോഴും സമൂഹത്തിൽ വരാറുള്ളത്. ഒന്നുകൂടെ പറഞ്ഞാൽ, മുഹീദ്ദീൻ ഷെയ്ഖിനോട് നമ്മൾ ഇസ്തിഗാഥ ചെയ്യുമ്പോൾ, മുഹീദ്ദീൻ ഷെയ്ഖിനോട് നമ്മൾ തേടുമ്പോൾ ആ മുഹീദ്ദീൻ ഷെയ്ഖിന് അല്ലാഹുവിനെ പോലെ കഴിവില്ല, മറിച്ച് അല്ലാഹ് കൊടുത്ത കഴിവേ മുഹീദ്ദീൻ ഷെയ്ഖിനുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കില്ല. അല്ലാഹ് കൊടുക്കാത്ത ഒരു കഴിവും കേൾക്കാനോ കാണാനോ അറിയാനോ ഉത്തരം ചെയ്യാനോ ഒന്നും മുഹീദ്ദീൻ ഷെയ്ഖിനില്ല എന്ന വിശ്വാസത്തോടെ തേടിയാൽ എന്താണ് കുഴപ്പം എന്ന് ചില ആളുകൾ ചിന്തിക്കാറുണ്ട്. എന്നാ പ്രിയമുള്ളവരെ, നമ്മൾ നോക്കൂ, അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ പ്രാർത്ഥന ആരാധനയാണ്, അദ്ദുആഉ ഹുവൽ ഇബാദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എങ്കിൽ ആ പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിച്ച്, അഥവാ ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിച്ച് ഈ ഒരു ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യമാണോ? സാധ്യമല്ല. മറ്റൊരു നിലക്ക് ചിന്തിച്ചാൽ നമസ്കാരം ആരാധനയാണ്. നമ്മൾ ആരും മുഹീദ്ദീൻ ഷെയ്ഖിന് നമസ്കരിക്കാറില്ല. ഏത് വിശ്വാസത്തോടെ? മുഹീദ്ദീൻ ഷെയ്ഖിന് അല്ലാഹ് കൊടുത്ത കഴിവെന്ന് എന്ന നിലക്ക് മുഹീദ്ദീൻ ഷെയ്ഖിന് നിസ്കരിക്കാൻ പാടില്ല. കാരണം നിസ്കാരം ആരാധനയാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി വരുന്ന സമയത്ത് അവിടെ ഉണ്ടായത് മുശ്രിക്കുകൾ, മക്കാ മുശ്രിക്കുകൾ എന്ന പേരിൽ അറിയപ്പെട്ട ആളുകൾ, അവരുടെ വിശ്വാസം എന്തായിരുന്നു? അവർ അല്ലാഹുവിനെ പോലെ മറ്റൊരു അല്ലാഹു ഉണ്ടെന്ന് പറഞ്ഞവരാണോ? അല്ല. അല്ലാഹു കേൾക്കുന്നത് പോലെ മറ്റുള്ള അംബിയ ഔലിയാക്കൾ അവര് ഇബ്രാഹിം നബി കേൾക്കുമെന്ന് വിശ്വസിച്ചോ? അല്ലെങ്കിൽ അവർ വിഗ്രഹം വെച്ചും വെക്കാതെയും ഒക്കെ ആരാധിച്ച പ്രാർത്ഥിച്ച അവര് കേൾക്കും, അവ കേൾക്കും എന്ന് വിശ്വസിച്ചോ? ഇല്ല.
ഒറ്റക്കാര്യം മാത്രം ആ വിഷയത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മക്കയിലെ മുശ്രിക്കുകൾ കഅബ തവാഫ് ചെയ്യുന്ന വേളയിൽ അവർ തൽബിയത്ത് ചൊല്ലി. ആ തൽബിയത്തിൽ എന്താ പറഞ്ഞത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഇമാം മുസ്ലിം ഉദ്ധരിച്ചില്ലേ? എന്താ അവർ പറഞ്ഞത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ദാ ഉത്തരം നൽകിക്കൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നു. ലാ ശരീക ലക്, അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരുമില്ല, ഒരു പങ്കുകാരും നിനക്കില്ല. ഇല്ലാ ശരീക, ഒരു പങ്കുകാരനല്ലാതെ. അത് ഒരു വിഭാഗത്തിൽപ്പെട്ട പങ്കുകാർ ഇബ്രാഹിം നബിയുണ്ട്, ഇസ്മായിൽ നബിയുണ്ട്, ലാത്ത ഉസ്സ മനാത്തയുണ്ട്, ഇങ്ങനെയൊക്കെയുണ്ട്. എന്നാൽ ആ പങ്കുകാരോ ഹുവലക, ആ ഇബ്രാഹിം നബി, ആ ഇസ്മായിൽ നബി, ആ ലാത്ത ഉസ്സ മനാത്ത അത് നിനക്കുള്ളതാണ്. ആ പങ്കുകാരൻ നിനക്കുള്ളതാണ്. തംലികുഹു, അല്ലാഹുവേ ആ പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നു. വമാ മലക, ആ പങ്കുകാരൻ എന്തുടമപ്പെടുത്തിയിട്ടുണ്ടോ, കേൾക്കാനോ കാണാനോ അറിയാനോ ഉത്തരം ചെയ്യാനോ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ, അതും അല്ലാഹുവേ നീയാണ് ഉടമപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നീ കൊടുക്കാത്ത ഒരു കഴിവും ഇബ്രാഹിം നബിക്ക് ഇല്ല, ഇസ്മായിൽ നബിക്കില്ല, ലാത്ത ഉസ്സ മനാത്തക്കില്ല എന്ന വിശ്വാസമാണ് ആ ആളുകൾക്കുണ്ടായിരുന്നത്. അതവർ പറഞ്ഞതും പ്രഖ്യാപിച്ചതുമാണ്. അപ്പൊ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് എന്ന നിലക്ക് ആ പ്രാർത്ഥന അല്ലാഹുവോടല്ല നടത്തിയാലും അത് ശിർക്ക് തന്നെയാണ് എന്ന കാര്യം, പ്രാർത്ഥന ആരാധനയാണ് എന്നതിനാൽ അത് അല്ലാഹുവിന് മാത്രം അർപ്പിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ശിർക്കാണ് എന്ന കാര്യം ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് സാധാരണ മട്ടത്തിൽ ആലോചിച്ച് നോക്കൂ. എന്താ നമ്മോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന എത്ര പ്രാർത്ഥനകളുണ്ട്. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ സമയം മുതൽ രാത്രി വീണ്ടും കിടന്നുറങ്ങാൻ പോകുന്ന സമയം വരെ എത്ര പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെയും അല്ലാഹുവോടല്ലേ, റബ്ബന എന്ന് പറഞ്ഞുകൊണ്ടല്ലേ, റബ്ബി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ, അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. ഇത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് നമ്മുടെ സമൂഹത്തിൽ ചില പണ്ഡിതന്മാർ പ്രചരിപ്പിക്കുമ്പോൾ അത് ഇബ്ലീസിന്റെ വാദമാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിക്കുമോ? ചിന്തിക്കും നമ്മൾ. മാത്രമല്ല നമസ്കരിക്കാൻ നമ്മൾ അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി തസ്ലീം കൊണ്ട് അവസാനിപ്പിക്കുന്ന നമസ്കാരത്തിനിടയിൽ എത്ര പ്രാർത്ഥനകളുണ്ട്, എത്ര പ്രാർത്ഥനകളുണ്ട്. ഏതെങ്കിലും ഒന്നെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ മറ്റ് അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ ഉണ്ടോ? ഇല്ല. മറിച്ച് അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. ഇതല്ലേ മുജാഹിദുകൾ പറഞ്ഞത്? ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ റഹ്മാനായ റബ്ബിനോട് മാത്രമായിരിക്കണം ദുആ ചെയ്യേണ്ടത്. പ്രവാചകന്റെ മാർഗം അതല്ലേ? സ്വഹാബത്തിന്റെ മാർഗം അതല്ലേ? സ്വഹാബത്തിന്റെ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടായില്ലേ, പ്രയാസങ്ങൾ ഉണ്ടായില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഉടനെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. ആ പ്രയാസങ്ങളുടെ സമയത്ത് ഏതെങ്കിലും ഒരു സ്വഹാബി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവോ ഉമർ റളിയല്ലാഹു അൻഹുവോ, ഏതെങ്കിലും ഒരു സ്വഹാബി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ്, യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഒരു ഇസ്തിഗാസ, ആ പ്രാർത്ഥന നടത്തിയത് കാണാൻ സാധിക്കുമോ? നമുക്ക് ഇല്ല. പിന്നെ എന്തിന് പ്രിയമുള്ളവരെ നമ്മുടെ ഈമാൻ നമ്മൾ നശിപ്പിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടെ ഉറപ്പിച്ച് മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കുറെ അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചില്ലേ? ആ പ്രാർത്ഥനകൾ ആരോടാ? ഔലിയാക്കളുടെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചില്ലേ? ആ പ്രാർത്ഥനകൾ ആരോടാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലേ? അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആരോടാ? റബ്ബനാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. മുജാഹിദുകൾ പുത്തൻവാദികളാണെന്ന് ഈ സമൂഹത്തിൽ പറയാറില്ലേ? ബിദ്അകളാണെന്ന് പറയാറില്ലേ? നവീന ആശയക്കാരാണെന്ന് പ്രചരിപ്പിക്കാറില്ലേ? എന്താ മുജാഹിദുകൾ ചെയ്ത തെറ്റ്? ആദം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത പോലെ അല്ലാഹുവോട് മാത്രം ദുആ ചെയ്യണമെന്ന് പറഞ്ഞതോ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകൾ ഖുർആനിൽ കാണാം.
ശത്രുക്കളുടെ ശത്രുത കഠിനമായപ്പോ ആ മഹാനായ പ്രവാചകനതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നു, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് റബ്ബി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്താനം ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്തത് അല്ലാഹുവോട്, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് അല്ലാഹുവോട്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗമുണ്ടായപ്പോൾ ദുആ ചെയ്തത് അല്ലാഹുവോട്. ഇങ്ങനെ എല്ലാ അമ്പിയാക്കളും അവരുടെ ജീവിതത്തിലെ സന്താപത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ രംഗങ്ങളിൽ ദുആ ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം. ഇതാണ് മുജാഹിദുകളും ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്. മുജാഹിദുകൾ ചെയ്ത തെറ്റ് സമൂഹത്തിൽ എന്താ ചെയ്ത തെറ്റ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത പോലെ ദുആ ചെയ്യണേ സമൂഹമേ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത പോലെ അല്ലാഹുവോട് ദുആ ചെയ്യണേ സമൂഹമേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത പോലെ അല്ലാഹുവോട് മാത്രം ദുആ ചെയ്യണേ സമൂഹമേ എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോടുള്ള സ്നേഹം കൊണ്ട് ആദരവ് കൊണ്ട് പറഞ്ഞതാണോ പ്രിയമുള്ളവരെ? അതാണോ ഈ പ്രസ്ഥാനം ചെയ്ത തെറ്റ്? അതിനാണോ ഈ പ്രസ്ഥാനത്തെ ബിദ്അകൾ എന്ന് വിളിച്ചത്, നവീന ആശയക്കാരെന്ന് വിളിച്ചത്, അതുപോലെ പുത്തൻവാദികൾ എന്ന് വിളിച്ചത്, അവരോട് മിണ്ടാൻ പാടില്ല എന്ന് പ്രചരിപ്പിച്ചത്, അവരോട് സലാം പറയാൻ പാടില്ല, പറഞ്ഞാൽ മടക്കാൻ പാടില്ല, മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ ഈ സമൂഹത്തിൽ ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ടല്ലോ. എന്താ ഈ പ്രസ്ഥാനം ചെയ്ത തെറ്റ്? ഇതോ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതോ? അമ്പിയാക്കളും ഔലിയാക്കളും പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതാണോ ഈ പ്രസ്ഥാനം ചെയ്ത തെറ്റ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ നന്നായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഷിർക്ക് അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് ഷിർക്കാണ്. ഷിർക്ക് ചെയ്താലോ ആ മനുഷ്യൻ, നേരത്തെ പറഞ്ഞല്ലോ, അവന്റെ മുഴുവൻ അമലും ബാത്തിലാണ്. പുറമെ ആ മനുഷ്യൻ ശാശ്വതമായി നരകത്തിലാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. അല്ലാഹ് പറഞ്ഞതാണ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ ആ മനുഷ്യന് അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കും. പിന്നെ അവന്റെ സങ്കേതം അന്നാറു, നരകമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് താങ്ങാൻ കഴിയില്ല, തടുക്കാൻ കഴിയില്ല. അതിനപ്പുറത്താണ് നരകത്തിന്റെ ഭീകരതയും ഭയാനകതയും ഉള്ളത്. അതുകൊണ്ട് ആ നരകത്തെ രക്ഷപ്പെടാനുള്ള അടിസ്ഥാനപരമായ ഈ ഗുണം നമ്മൾ ആർജിച്ച് അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരൻ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ചിന്തിക്കുക, അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുമെന്ന ഒരു അവസ്ഥയിലെത്തുവാനും അതിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനും റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യുകയും അതിന് ആ ഹിദായത്ത് കിട്ടാൻ നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖാമുഖത്തിലെ രണ്ടാമത്തെ അടുത്ത വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിനു വേണ്ടി, മതരാഷ്ട്രവാദം, തീവ്രവാദം എന്നീ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിനു വേണ്ടി പ്രിയ സുഹൃത്ത് അബ്ദുൽ മജീദ് സ്വലാഹിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ മുഖാമുഖത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. മതരാഷ്ട്രവാദം, തീവ്രവാദം എന്ന രണ്ടാമത്തെ ഭാഗമാണ്
ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മതരാഷ്ട്രവാദം, തീവ്രവാദം, ഇത് നാം കേൾക്കുന്ന, വായിക്കുന്ന രണ്ട് പദങ്ങളാണ്. ഇതിൻ്റെ അർത്ഥതലങ്ങളെ സംബന്ധിച്ച്, ആശയവ്യാപ്തിയെക്കുറിച്ച് മലയാളക്കരയിൽ എന്നല്ല ദേശാന്തര തലത്തിൽ തന്നെ ചൂടേറിയ സംവാദങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട്. കേരളക്കരയിൽ എല്ലാ സന്ദർഭങ്ങളിലും തീവ്രവാദത്തിൻ്റെയും മതരാഷ്ട്രവാദത്തിൻ്റെയും ചില ഭാഗങ്ങളെക്കുറിച്ച് ചൂടേറിയ ചർച്ചകൾ നടക്കാറുണ്ട്. എന്താണ് ഈ മതരാഷ്ട്രവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മതരാഷ്ട്രവാദം ഏറ്റവും വലിയൊരു തീവ്രതയുടെ ലക്ഷണമാണ്. അതാണ് ഭീകരതയെ വളർത്തുകയും സമൂഹത്തിൻ്റെ സ്വാസ്ഥ്യം കെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ നാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന മതരാഷ്ട്രവാദം എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് കൃത്യമായി നാം അറിയേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധികളാണ് ഭരണം നിർവഹിക്കേണ്ടത് എന്ന, കേട്ടാൽ അത്ര കുഴപ്പമില്ലാത്ത എന്നാൽ ഒട്ടേറെ അപകടങ്ങൾ ഒളിച്ചിരിക്കുന്ന ഒരു ആശയത്തിൽ നിന്നാണ് ഈ മതരാഷ്ട്രവാദത്തിൻ്റെ ഏറ്റവും ഭീഭത്സമായ, ഭീകരമായ മുഖം ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ചരിത്രം പരിശോധിക്കുമ്പോൾ സയനിസ്റ്റുകൾ ഈ വാദമുഖവുമായി കടന്നു വന്ന് ഞങ്ങൾക്ക് ഈ ഭൂമുഖത്ത് അധികാരം വാഴാനും അധിവസിക്കുവാനും അധികാരമുള്ളൂ എന്ന് ധാർഷ്ട്യത്തോടുകൂടി പറഞ്ഞത് ഈ വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ ഈ ഭൂമിയിലെ പരിശുദ്ധരാണ്, ഞങ്ങൾക്ക് താഴെയാണ് ബാക്കിയുള്ളവരെല്ലാം, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ പാർക്കും, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ പാർപ്പിടമുണ്ടാക്കും, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഭൂമി ഞങ്ങളുടേതാണ്, ഞങ്ങൾ വന്നാൽ മറ്റുള്ളവർ മാറി നിൽക്കേണ്ടതുണ്ട്. ജൂതബുദ്ധി ഈ ഏറ്റവും പിഴച്ച ആശയവുമായി കടന്നു വന്നുകൊണ്ടാണ് ഇന്നും ഫലസ്തീനികളെ അവരുടെ പിറന്ന മണ്ണിൽ നിന്ന് ആട്ടിയോടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക വൃത്തത്തിൽ കയറി ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഷിയാക്കൾ, അവരുടെയും വാദം പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇവിടെ ഭരിക്കാൻ അവകാശമുള്ളൂ. പ്രവാചക കുടുംബത്തിന്റെ പൈതൃകം അവകാശപ്പെട്ടുകൊണ്ട് തീവ്രമായ ചിന്തകളുമായി മുസ്ലിം ലോകത്ത് കക്ഷിത്വവും ഭിന്നതയും ഉണ്ടാക്കുവാൻ വേണ്ടി പ്രമാണങ്ങളെ വളച്ചൊടിച്ചവരാണ് ഷീഇകൾ. ഈ വാദമാണ് ലോകത്ത് വിപ്ലവ ഇസ്ലാമിസ്റ്റുകൾ ഒരു കാലഘട്ടത്തിൽ പ്രചരിപ്പിച്ചത്, ഇന്നത് ഏറ്റവും ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് 700 കൊല്ലം ഭരിച്ച മുസ്ലിമീങ്ങളുടെ ഉജ്ജ്വലമായ ചരിത്രത്തിൽ നിന്ന് ആവേശം കൊണ്ട സയ്യിദ് മൗദൂദി എന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ തൂലികയും നാവും അദ്ദേഹം ഉപയോഗിച്ചത് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്നുള്ള ഒരു ആശയം സമൂഹത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ദൈവികേതര ഭരണകൂടങ്ങളെ അനുസരിക്കുവാനോ അംഗീകരിക്കുവാനോ പാടില്ല. ദൈവികേതര ഭരണകൂടങ്ങൾ അനുസരിച്ചു പോയാൽ അത് കൊടിയ ശിർക്കും പാപവുമാണ് എന്ന് അദ്ദേഹം പ്രമാണങ്ങളെ വികലമാക്കിക്കൊണ്ട് അവതരിപ്പിക്കുകയുണ്ടായി. സമാനമായി ഈ ആശയങ്ങൾ
അറബ് ലോകത്ത് സയ്യിദ് കുത്തുബും ഹസനുൽ ബന്നയും കൊണ്ടുപിടിച്ചു. അങ്ങനെ സയ്യിദ് കുത്തുബും ഹസനുൽ ബന്നയും സയ്യിദ് മൗദൂദിയും രൂപകൽപ്പന നടത്തി ആവിഷ്കരിച്ച് പ്രചരിപ്പിച്ച ഈ മതരാഷ്ട്രവാദത്തിന്റെ കെടുതികളാണ് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ജനകീയ പ്രക്ഷോഭത്തിന്റെ കൊടുങ്കാറ്റുകളെ കുറിച്ചാണ് നാം പത്രങ്ങളിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അറബ് ലോകത്ത് ജനകീയ പ്രക്ഷോഭം നടക്കുകയാണ്. ടുണീഷ്യയിലെ പ്രക്ഷോഭത്തെക്കുറിച്ച് നാം വായിച്ചു. അൾജീരിയയിലെ പ്രക്ഷോഭത്തെക്കുറിച്ച് നാം വായിക്കുന്നു. ഈജിപ്തിലെ പ്രക്ഷോഭത്തെക്കുറിച്ച് നിരന്തരമായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. യമനിലെ ജനകീയ മുന്നേറ്റങ്ങളെക്കുറിച്ച് നാം വായിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ജനകീയ പ്രക്ഷോഭം എന്ന് പേരിട്ടുകൊണ്ട് വിപ്ലവ ഇസ്ലാമിസ്റ്റുകൾ മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്തുന്ന ചില അക്രമങ്ങൾ ഇതിന്റെ പേരിൽ ലോകത്തെ അറിയിക്കേണ്ടതുണ്ട്. ഇവിടങ്ങളിലെല്ലാം വിപ്ലവ ഇസ്ലാമിസ്റ്റുകൾ കർട്ടന് പിന്നിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഈജിപ്തിലെ അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ സയ്യിദ് കുത്തുബിന്റെയും ഹസനുൽ ബന്നയുടെയും ആശയങ്ങളിൽ നിന്ന് ആവേശം കൊണ്ട് അവരോട് ഭരണകൂടം നടത്തിയ പ്രതികാരത്തിന്, അവരോട് ഭരണകൂടം നടത്തിയ അങ്ങേയറ്റത്തെ അതിക്രമത്തിന് പകരം ചോദിക്കുവാനായി ഒരു രാജ്യത്തെ തന്നെ കുട്ടിച്ചോറാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഹുസ്നി മുബാറക്കിന്റെ ഭരണത്തെക്കുറിച്ച് ആരും സൽഭരണമെന്ന് പറയില്ല. പക്ഷേ ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് വിപ്ലവ ഇസ്ലാമിസ്റ്റുകൾ കാണിക്കുന്ന നാടകമാണ് ലോകം അറിയാതെ പോകുന്നത്. ഞാൻ പറയുന്നത് വിപ്ലവ ഇസ്ലാമിസത്തെ ലോകത്തിന് മുന്നിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് എല്ലാ ഭരണകൂടങ്ങളെയും നിർവീര്യമാക്കുക എന്നൊരു തന്ത്രമാണ് സയ്യിദ് കുത്തുബിന്റെയും ഹസനുൽ ബന്നയുടെയും സയ്യിദ് മൗദൂദിയുടെയും ആശയങ്ങൾ പേറുന്നവർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു രാജ്യത്തവർ ജീവിക്കുന്നുവോ ആ രാജ്യത്തിന് സ്വൈര്യവും സ്വസ്ഥതയും കൊടുക്കുകയില്ല എന്ന് അവർ തീർച്ചയാക്കിയ വസ്തുതയാണ്. ഇന്ത്യ രാജ്യത്ത് ജീവിച്ച, ഇന്ത്യ രാജ്യത്തും പാകിസ്ഥാനിലും അഥവാ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ജീവിച്ച സയ്യിദ് മൗദൂദി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി നടത്തിയ രക്തഗന്ധമുള്ള ആശയപ്രചാരണങ്ങൾ ആർക്കും നിഷേധിക്കുവാൻ സാധ്യമല്ല. എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം പ്രമാണങ്ങളെ വികലമാക്കിയത്? തന്റെ മുന്നിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു. എന്താണ് ആ സ്വപ്നം? ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക. കേട്ടാൽ നല്ലതൊന്നു തോന്നും, പക്ഷേ ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണമേ പാടുള്ളൂ. മറ്റാർക്കും ഇവിടെ ജീവിക്കുവാൻ അധികാരമില്ല. ഈ രാജ്യത്ത് ആയുധമെടുത്തുകൊണ്ട് ബാക്കിയുള്ളവരെയെല്ലാം നിഷ്കാസനം ചെയ്യാൻ പണിപ്പെടേണ്ടതുണ്ട്. ഇതുപോലുള്ള ഏറ്റവും രക്തരൂഷിതമായ ആശയപ്രചാരണമാണ് സയ്യിദ് മൗദൂദി നടത്തിയിട്ടുള്ളത്. തന്റെ ഈ ആശയത്തിന് പിൻബലം ലഭിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിനെയും പ്രവാചകന്റെ ചര്യയെയും ഇജ്മാഇനെയും ഇസ്ലാമിക പ്രമാണങ്ങളുടെ മറ്റു ഭാഗങ്ങളെയും എല്ലാം തന്നെ വ്യഭിചരിച്ചുകൊണ്ടാണ് സയ്യിദ് മൗദൂദി കടന്നു വന്നിട്ടുള്ളത്. ലോകത്ത് പ്രവാചകന്മാരുടെ ചരിത്രത്തെ കത്തിവെക്കാൻ തുനിഞ്ഞ ഒരാൾ. എന്തിനു വേണ്ടിയാണ് പ്രവാചകന്മാരുടെ ചരിത്രത്തെ അദ്ദേഹം വികലമാക്കിയത്? വിശുദ്ധ ഖുർആൻ ഒരാവർത്തി വായിക്കുന്നവർക്കും ബോധ്യമാവും പ്രവാചകന്മാർ കടന്നു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കുവാനാണ്. വിശ്വാസ വിമലീകരണത്തിലൂടെ, വിശ്വാസ ശാക്തീകരണത്തിലൂടെ ഒരു സമൂഹത്തിന്റെ സമൂലമായ പരിവർത്തനമാണ് പ്രവാചകന്മാർ നടത്തിയിട്ടുള്ളത്. വിശ്വാസ ശാക്തീകരണത്തിലൂടെ മാത്രമേ സമൂഹത്തിലെ സർവ്വചാബല്യങ്ങളെയും സർവ്വ കേടുകളെയും ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ എന്ന് കൃത്യമായ ദൈവിക ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ പ്രബോധനം നിർവഹിച്ചു. പക്ഷേ ആ പ്രവാചകന്മാരുടെ ചരിത്രത്തെ സയ്യിദ് മൗദൂദി കത്തിവച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രവാചകന്മാർ ലോകത്തേക്ക് കടന്നു വന്നത് ഒരു വിപ്ലവത്തിന് വേണ്ടിയാണ്, അതുപോലെ സാമ്രാജ്യത്തെ പോരാട്ടത്തിന് വേണ്ടിയാണ്. എന്തിനാണ് പ്രവാചകന്മാരെ ഒരു രാഷ്ട്രീയ വിപ്ലവത്തിലേക്ക് ചുരുക്കി കെട്ടിയത്? പ്രവാചകന്മാരുടെ ചരിത്രത്തെ ഒരു രാഷ്ട്രീയ ഭൂമികയിലേക്ക് ന്യൂനീകരിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു ആശയമുണ്ട്. ദൈവീകേതരമായ ഭരണകൂടങ്ങൾ ഇവിടെ തച്ചു ഉടയ്ക്കേണ്ടതുണ്ട്, ഇവിടെ തല്ലി ഉടയ്ക്കേണ്ടതുണ്ട്, ഈ ഭൂമിയിൽ നിന്നത് തുടച്ചു മാറ്റേണ്ടതുണ്ട്. അത് തുടച്ചു മാറ്റുന്നത് വരെ ഒരു മുസൽമാൻ എന്ന നിലക്ക് അവന്റെ ആയുധങ്ങൾ ഉറയിലിടാൻ പാടില്ല എന്ന രൂപത്തിലുള്ള ഏറ്റവും ഒരു പൊതുസമൂഹത്തിൽ, ഒരു ബഹുമത സമൂഹത്തിൽ ഒരിക്കലും ആവിഷ്കരിക്കാൻ പറ്റാത്ത ആശയങ്ങളുമായിട്ടാണ് സയ്യിദ് മൗദൂദി കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ മതരാഷ്ട്രവാദത്തെ
അതിനിശ്ചിതമായി ബുദ്ധിയുള്ളവരെല്ലാം വിമർശിച്ചിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ മതരാഷ്ട്രവാദത്തിന്റെ ഒരു ഭാഗം കൈകാര്യം ചെയ്യുമ്പോൾ മറ്റൊരു ഭാഗം ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ഹിന്ദുത്വ ഭീകരരാണ്, കാവി ഭീകരത. അതിന്റെ അപകടങ്ങൾ ഇന്ന് രാജ്യം പേറിക്കൊണ്ടിരിക്കുകയാണ്. അസിമാനന്ദയും ഠാക്കൂറും പുരോഹിതുമെല്ലാം സൃഷ്ടിച്ചിട്ടുള്ള വിപ്ലവങ്ങളെ സംബന്ധിച്ച് നാം വായിച്ചുകൊണ്ടിരിക്കുന്നു. യാഥാർത്ഥ്യങ്ങൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്തെല്ലാം തരത്തിലുള്ള കാപഢ്യങ്ങളാണ് മറനീക്കി നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സമൂഹത്തെ പ്രതിക്കൂട്ടിൽ കയറ്റിക്കൊണ്ട് നിർവീര്യമാക്കുവാനുള്ള ശ്രമങ്ങളാണ് പാളിപ്പോയിട്ടുള്ളത്. ഇവിടുത്തെ ഭരണകൂടവും അതുപോലെ ഭരണകൂടത്തിലെ ചില ആളുകളും അതുപോലെ ബ്യൂറോക്രാറ്റുകളും അതുപോലെ ചിലരും ഒത്താശ ചെയ്തുകൊണ്ട് നടപ്പിലാക്കിയ ആസൂത്രണത്തിന്റെ പാളിച്ചകൾ ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നാം. ആ പാളിച്ചകളിൽ നിന്നാണ് ചില യാഥാർത്ഥ്യങ്ങളെങ്കിലും നമ്മുടെ രാജ്യത്ത് ഇന്ന് വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും, ഒരു നാണയത്തിന്റെ ഇരുപുറമാണ് ജമാഅത്തെ ഇസ്ലാമി അവതരിപ്പിക്കുന്ന തീവ്രവാദം, മറ്റൊരു ഭാഗം ഇവിടെ ഹിന്ദുത്വത്തിന്റെ പേരിൽ അവതരിപ്പിക്കുന്ന കാവി ഭീകരതയും. ഈ രണ്ടു ഭീകരതയെയും നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാതെ ഈ രാജ്യത്ത് സ്വാസ്ഥ്യവും സമാധാനവും ഉണ്ടാവുകയില്ല എന്ന് ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികൾ, ഇവിടെയുള്ള മതവിശ്വാസികൾ, ഇസ്ലാമിനെ ശരിയായി പ്രതിനിധീകരിക്കുന്നവർ ന്യായമായും വിചാരിക്കുന്നു. അതിനുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇരുവിഭാഗവും ഇവിടെ ഏറ്റവും കടന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ്, തീവ്രവാദമാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഭീകരതയാണ് ഇവിടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി സ്പോൺസർ ചെയ്യുന്ന മതരാഷ്ട്രവാദം, അതുപോലെ കാവി ഭീകരർ സ്പോൺസർ ചെയ്യുന്ന മതരാഷ്ട്രവാദം, ഇത് രണ്ടിന്റെയും അപകടത്തെ സംബന്ധിച്ച് ബുദ്ധിയുള്ളവരെല്ലാം തന്നെ നിരന്തരമായി എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ കളങ്കിതമായ മുഖം കൂടുതൽ പ്രത്യക്ഷപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഈ രാജ്യത്തിന്റെ ഈ എല്ലാ നിയമങ്ങളെയും അതുപോലെ നിയമനിർമ്മാണത്തെയും ജുഡീഷ്യറിയെയും സർവ്വതിനെയും വിമർശിച്ചുകൊണ്ടായിരുന്നല്ലോ ഇക്കാലം എത്രയും കടന്നു വന്നിരുന്നത്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരിടയിൽ അവർ ജനാധിപത്യത്തിന്റെ മുഖ്യ ഭാഗവാക്കുകളാകുവാൻ വേണ്ടി തീരുമാനിച്ചു. ഈ രാജ്യത്ത് ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ എത്തുവാനുള്ള ശ്രമം നടത്തി, കുഞ്ചിക സ്ഥാനങ്ങളിൽ എത്തുവാനുള്ള ശ്രമം നടത്തി. അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വന്നു നോക്കി. പഴയ കാലത്ത് ഹറാമായിരുന്ന നിഷിദ്ധമായിരുന്ന കാര്യം പന്നിയിറച്ചി തിന്നുന്ന വെറുപ്പോടുകൂടി തന്നെ അവർ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ എന്താണ് നമ്മുടെ കേരളക്കരയിലെ ചിന്തിക്കുന്ന മനുഷ്യർ അതിന് മറുപടി നൽകിയത്? ബാലറ്റിലൂടെ തന്നെ മറുപടി നൽകി. 1691 സീറ്റിലും തോറ്റു തൊപ്പിയിട്ടു. ഇന്ന് പരാജയത്തിന്റെ പടുകുഴിയിൽ കിടന്നുകൊണ്ട് മേൽപോട്ട് തുപ്പുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുജാഹിദുകളെയും ഇവിടുത്തെ സുന്നികളെയും അതുപോലെ മതേതരമായി ചിന്തിക്കുന്ന ആളുകളെയും എല്ലാം തന്നെ വിമർശിച്ചുകൊണ്ട് കാടിളക്കി കടന്നു പോകുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് അവർ ഈ കാണിക്കുന്ന വെപ്രാളം? അവരുടെ യഥാർത്ഥ മുഖം രാജ്യത്ത് ഇന്ന് തുറന്നു കാണിച്ചു. ഇവിടുത്തെ ഇടതുപക്ഷം, അതുപോലെ ഇവിടുത്തെ കോൺഗ്രസ്, ഇവിടുത്തെ മുസ്ലിം ലീഗ്, മറ്റു മതേതര പാർട്ടികൾ അവരെല്ലാം ഒന്നിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കപട മുഖം ഇവിടെ കൃത്യമായി അനാവരണം ചെയ്തത് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് വീണ്ടും ജനാധിപത്യ ശൈലിയിലേക്ക് ചേക്കേറുവാനുള്ള ഹീനമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെ പോലും രാജ്യത്ത് പർവ്വതീകരിച്ചുകൊണ്ടും മുസ്ലിം സമൂഹത്തെ ജാഗരം കൊള്ളിച്ചുകൊണ്ടും തങ്ങളുടെ തീവ്രവാദ അജണ്ട മനുഷ്യ മനസ്സുകളിൽ കുത്തിവെക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് അറിയാൻ കഴിയുന്ന വസ്തുതയാണ്. ഇവിടെയുള്ള മുഴുവൻ ചിന്തിക്കുന്ന മനുഷ്യരും അത്തരം മുന്നേറ്റങ്ങൾക്കെതിരെ കടന്നു വരണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഈ മതരാഷ്ട്രവാദം എന്നുള്ള ഈ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി പ്രവാചകന്മാരുടെ ചരിത്രത്തെ വികലമാക്കിയെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ അവർ ചെയ്തത് വിശുദ്ധ ഖുർആനിലെ സാങ്കേതിക ശബ്ദങ്ങളെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത പദങ്ങളാണ് ദീന്, ഇലാഹ്, റബ്ബ് തുടങ്ങിയ പദങ്ങൾ. ഒരു മുസൽമാൻ എന്നും കേൾക്കുന്ന, എന്നും ഉച്ചരിക്കുന്ന, അവന്റെ ഹൃദയഭിത്തിയിൽ അവൻ കാത്തു സൂക്ഷിക്കുന്ന, അവന്റെ ആരാധനകളിലും അവന്റെ മറ്റു കർമ്മങ്ങളിലുമെല്ലാം തന്നെ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ പദങ്ങളുടെ അർത്ഥം കാലങ്ങളോളം ശരിയായി മനസ്സിലാക്കിയില്ല എന്നാണ് മൗദൂദി സാഹിബ് എഴുതി വെച്ചത്. എന്തപരാധമാണ് എഴുതി വെച്ചിട്ടുള്ളത്?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം 10-13 നൂറ്റാണ്ടുകള് ഈ പദങ്ങളെ സംബന്ധിച്ച്, ഏതു പദം, ഇലാഹ്, റബ്ബ്, ദീന്, ഇബാദത്ത് തുടങ്ങിയ പദങ്ങൾ ഒരു മുസൽമാന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചറിയാൻ പറ്റിയ പദങ്ങളാണോ? അല്ല, ഒരു മുസൽമാന്റെ ജീവിതത്തിലെ അവ്യവിച്ഛേദ്യമായ പദങ്ങൾ. ആ പദങ്ങളെ സംബന്ധിച്ചാണ് സയ്യിദ് മൗദൂദി പറഞ്ഞത്, 13 നൂറ്റാണ്ടുകളിൽ ജീവിച്ച മനുഷ്യർ ഇതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെ മരിച്ചുപോയി. ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതിന് എതിരല്ലേ ഇത്? പ്രവാചകൻ പഠിപ്പിച്ചത് ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സത്യത്തിൽ നിലകൊള്ളുന്ന ഒരു സമൂഹം എന്റെ ഉമ്മത്തിൽ എന്നും ഉണ്ടാകുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ നമുക്ക് വാഗ്ദാനം നൽകിയതാണ്. വലാലത്തിൽ ഒരിക്കലും എന്റെ ഉമ്മത്ത് ഒരുമിച്ച് കൂടുകയില്ല എന്നും ലോകത്തിന്റെ പ്രവാചകൻ നമുക്ക് വാഗ്ദാനം നൽകുന്നുവെങ്കിൽ 13 നൂറ്റാണ്ടുകാലം ഈ പദങ്ങളെ കുറിച്ച് അറിയാതെ ജനങ്ങൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ സയ്യിദ് മൗദൂദി മുസ്ലിം ലോകത്തോട് ഏറ്റവും വലിയ ക്രൂരതയാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അബുൽ ഹസൻ അലി റദിവിയെ പോലുള്ള മഹാരഥന്മാർ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട് വിട്ടുകൊണ്ട് ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്നത് എന്ന് ചരിത്രം വായിക്കുന്ന ഏവർക്കും ബോധ്യമാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിനെയാണ് അദ്ദേഹം ന്യൂനീകരിച്ചത്, ഇസ്ലാമിനെയാണ് അദ്ദേഹം ലാഘവ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്തത്. മതവിരുദ്ധമായ ആശയങ്ങളാണ് തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചത്. അതുപോലെ ആരാധനാ കർമ്മങ്ങളുടെ ലക്ഷ്യത്തെ അദ്ദേഹം മാറ്റിമറിച്ചു. അദ്ദേഹം പറഞ്ഞു, നമസ്കാരം എന്നുള്ളത്, മുസൽമാൻ നടത്തുന്ന നമസ്കാരം എന്നുള്ളത് ഒരു ഭരണകൂടം എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഭരണകൂടം എങ്ങനെ എത്രയും പെട്ടെന്ന് തട്ടിക്കൂട്ടാമെന്നുള്ളതിനുള്ള ഒരു പരിശീലനമാണ്, ഒരു സൈനികമായ താവളമാണ് പള്ളി എന്നൊക്കെ രൂപത്തിലുള്ള ഏറ്റവും പരിഹാസ്യമായ പ്രചാരണമാണ് നടത്തിയത്. ബാങ്കിനെ കുറിച്ച് പറഞ്ഞു അത് സൈനിക കാഹളമാണ് എന്ന്, മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞു അത് മാനിഫെസ്റ്റോ കൈപ്പറ്റാൻ വേണ്ടി പോയതാണ് എന്ന്. ഇങ്ങനെ ഇസ്ലാമിനെ എത്രത്തോളം പരിഹാസ്യമാക്കി, അപ്രായോഗികമാക്കി ബുദ്ധിയുള്ള മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ സൈദ്ധാന്തികനായ സയ്യിദ് മൗദൂദി ഇസ്ലാമിനെ വക്രീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തത്? അതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തിനു വേണ്ടി ചെയ്തു? തന്റെ മനസ്സിലൊരു രാജ്യമുണ്ട്, ദൈവിക രാജ്യം. ആ ദൈവിക രാജ്യം ഇവിടെ വരണം, ദൈവിക രാജ്യം വരണം. അദ്ദേഹത്തിന് ആ ദൈവിക രാജ്യം വരുന്നതിന് ജനങ്ങളെ വിശുദ്ധീകരിക്കുവാനോ വിശ്വാസത്തിലൂടെ ശാക്തീകരണം നടത്തുവാനോ അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹം വ്യവസ്ഥിതിയുടെ മാറ്റത്തിലൂടെ ഉടനടി ഒരു രാജ്യം ഉണ്ടാവണമെന്നുള്ള ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് ഖുർആനിനെയും ഹദീസിനെയും ചരിത്രത്തെയും എല്ലാം തന്നെ ഇത്രത്തോളം വക്രീകരിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. മാത്രമല്ല, അദ്ദേഹം പറ്റിച്ച ഒരു പണി നോക്കണം. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം അപ്രായോഗികമാണ്. ഒരു ദൈവികേതര ഭരണകൂടത്തിൽ ജീവിക്കുന്ന ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ പ്രതിനിധീകരിക്കാൻ കഴിയില്ല. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? നാം ഒരു ബഹുമത സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഇസ്ലാമിക ഭരണകൂടമാണോ? അല്ല. ഇവിടെ ഭരിക്കുന്നത് സാക്ഷാൽ മൻമോഹൻ സിംഗ് ആണ്. അതുപോലെ നമ്മുടെ കേരളക്കരയിൽ വി.എസ്. അച്യുതാനന്ദനാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ രാജ്യത്ത് പൂർണ്ണ മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നാണ് മൗദൂദി എഴുതി വെച്ചത്. ആ വിചാരം തന്നെയാണ് ഇന്നും ജമാഅത്തെ ഇസ്ലാമി കൊണ്ടു നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഒരു ഇസ്ലാമികേതര രാജ്യത്ത് മുസൽമാനായി കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? കലയും വിദ്യാഭ്യാസവും സാമൂഹ്യ പ്രവർത്തനവും അതുപോലെ രാഷ്ട്രീയവും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ദൈവികേതര ഭരണകൂടങ്ങളാണ്. അത്തരം ഭരണകൂടങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഭരിക്കുന്ന സ്ഥലത്ത് ഒരു മുസൽമാനായി കൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുക വഴി ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളെയുമാണ് അദ്ദേഹം മുശ്രിക്കും കാഫിറുമാക്കി മാറ്റുന്നത്. അമേരിക്കയിൽ ജീവിക്കുന്ന, യൂറോപ്പിൽ ജീവിക്കുന്ന, ഇന്ത്യ പോലുള്ള രാജ്യത്ത് ജീവിക്കുന്ന ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന മുസൽമാൻ ഉണ്ടല്ലോ, ആ മുസൽമാന്റെ അസ്തിത്വത്തെയാണ് സയ്യിദ് മൗദൂദി നിരാകരിച്ചത്. മാത്രമല്ല, ഇസ്ലാം എപ്പോഴാണ് കാലികമാകുന്നത്, ഇസ്ലാം സമഗ്രമാകുന്നത്, സമ്പൂർണ്ണമാകുന്നത്, ഇസ്ലാം കാലാതിവർത്തിത്വമുള്ള ഒരു ആശയമായി ജ്വലിച്ചു നിൽക്കുന്നത് എപ്പോഴാണ്? ഒരു മുസൽമാന് ലോകത്തിന്റെ ഏതു കോണിലും മുസൽമാനായി ജീവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയുമ്പോഴാണ് ഇസ്ലാം കാലാതിവർത്തിത്വമുള്ള ഒരു സന്ദേശമായി ജ്വലിച്ചു നിൽക്കുന്നത്. ഈ മഹാ ആശയത്തെയാണ് സയ്യിദ് മൗദൂദി
കത്തിവെച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ സയ്യിദ് മൗദൂദി ഒരു മുസൽമാനെ അവതരിപ്പിക്കുകയുണ്ടായി. ഏറ്റവും വികൃതമായ രൂപത്തിൽ, ഏറ്റവും അപഹാസ്യകരമായ രൂപത്തിലാണ് ഒരു മുസൽമാനെ സയ്യിദ് മൗദൂദി അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണെന്നോ, സാമൂഹിക ഘടന മാറ്റിമറിച്ച് അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥ നടപ്പാക്കാൻ വേണ്ടി ഇസ്ലാം അണിനിരത്തുന്ന അന്താരാഷ്ട്ര വിപ്ലവ സംഘടനയുടെ പേരാണ് മുസ്ലിങ്ങൾ എന്നതാണ്. അന്താരാഷ്ട്ര വിപ്ലവ സംഘടനയാണ് അത്ര മുസ്ലിങ്ങൾ, ഇന്റർനാഷണൽ റവല്യൂഷണറി പാർട്ടി. എന്നിട്ട് ആ വിപ്ലവ സംഘടനയുടെ ദൗത്യമെന്ത് എന്ന് മൗദൂദി എഴുതി വെച്ചു. തന്റെ തഫീമാത്ത് ഭാഗം 2 അത് ഇക്കാര്യം വായിക്കാൻ കഴിയും. വാസ്തവത്തിൽ മുസൽമാന്റെ അസ്തിത്വം അനിസ്ലാമിക ഭരണകൂടങ്ങൾക്ക് വെല്ലുവിളിയായേ തീരൂ. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ഒരു മുസ്ലിം, ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിം, ഒരു ഇസ്ലാമികേതര രാജ്യത്ത് ദൈവികേതര ഭരണകൂടത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം, അവൻ തന്റെ ഭരണകൂടത്തിന് വെല്ലുവിളിയാവണമത്രേ. ആ വെല്ലുവിളിയായിത്തീരുകയാണ് ഇന്ന് ജമാഅത്തുകാർ. അതുകൊണ്ടാണ് ജുഡീഷ്യറിയെ നിരന്തരമായി വിമർശിക്കുന്നത്, നിയമനിർമ്മാണ വകുപ്പിനെ വിമർശിക്കുന്നത്, ഭരണകൂടത്തെ വിമർശിക്കുന്നത്. വിമർശിക്കണ്ട എന്നല്ല, മറിച്ച് അതെല്ലാം തന്നെ തകരണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വിമർശനങ്ങളും എഴുത്തും ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ബോധ്യമാവുന്ന കാര്യമാണ്. ഈ രാജ്യത്തെ ബുദ്ധിജീവികളെല്ലാം തന്നെ അത് എഴുതി വെക്കുകയുണ്ടായി. സീതാറാം യെച്ചൂരിയെ പോലുള്ള CPM-ന്റെ പ്രമുഖരായ ആളുകൾ അക്കാര്യം തങ്ങളുടെ പുസ്തകങ്ങളിൽ കോറിയിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നു. അദ്ദേഹം മാത്രമല്ല, ചിന്തിക്കുന്ന മുഴുവൻ MJ അക്ബറിനെ പോലുള്ള ആളുകൾ സയ്യിദ് മൗദൂദി ഈ രാജ്യത്ത് നടത്തിയ ഏറ്റവും അപകടകരമായ നീക്കങ്ങളെ സംബന്ധിച്ച് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ഏറെ ശ്രദ്ധേയമായ വസ്തുതയാണ്. അതുപോലെ സയ്യിദ് മൗദൂദി പറഞ്ഞു, എവിടെയെല്ലാം അനിസ്ലാമിക ഭരണ വ്യവസ്ഥ നിലനിൽക്കുന്നുവോ അവിടെയൊക്കെ ഇസ്ലാമിക വ്യവസ്ഥ നടപ്പാക്കാൻ അത്യധ്വാനം ചെയ്യുക എന്നതാണ് ഈമാൻ സത്യസന്ധമാണെന്നതിന്റെ തെളിവ്. ഒരാൾ മുസ്ലിമാണ് എന്നതിന്റെ തെളിവ് എന്താണെന്നോ, ദൈവികേതര ഭരണകൂടത്തിൽ ജീവിക്കുന്നവനാണെങ്കിൽ ആ രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ദൈവിക ഭരണകൂടം, ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി പണിപ്പെടുന്നവനെ മുസ്ലിമാവുകയുള്ളൂ എന്ന ഏറ്റവും അപഹാസ്യകരമായ ഒരു വർത്തമാനമാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. അതുപോലെ അദ്ദേഹം എഴുതി വെച്ചു, ഇത്തരം പരിശ്രമങ്ങൾക്ക് മുന്നിൽ ആരൊക്കെ സഹിഷ്ണുത കാണിക്കും, ആരൊക്കെ സഹിഷ്ണുത കാണിക്കുകയില്ല എന്നൊന്നും പ്രശ്നമാക്കേണ്ടതില്ല. ഇവിടെ ഒരു ദൈവിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി പാടുപെട്ട് പണിയെടുക്കുമ്പോ അതിനെ തടയാൻ വരുന്നവരാര്, അനുകൂലിക്കുന്നവരാര് എന്ന് നോക്കി നിന്ന് സമയം കളയണ്ട. നിങ്ങൾ ആ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി പുറപ്പെട്ടുകൊള്ളുക എന്ന ആഹ്വാനമാണ് സയ്യിദ് മൗദൂദി ഈ ഇന്റർനാഷണൽ റവല്യൂഷണറി പാർട്ടിയുടെ ഓരോ അംഗത്തിനും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ ഭൂമിയിൽ, ദൈവത്തിന്റെ ഭൂമിയിൽ അവന്റേതല്ലാത്ത ഭരണം നടത്താൻ ഒരാൾക്കും അവകാശമില്ല. ഇതാണ് മതരാഷ്ട്രവാദം. ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന് അധികാരമുള്ളൂ, അതുകൊണ്ട് ദൈവത്തിന്റെ പ്രതിനിധികളെ ഭരണം നടത്താൻ പാടുള്ളൂ. ഇതാണ് മതരാഷ്ട്രവാദം. ഇതാണ് അപ്രായോഗികമായ ആശയം, ഇതാണ് രാജ്യവിരുദ്ധമായ ആശയം, ഇതാണ് രാഷ്ട്രവിരുദ്ധമായ ആശയം. ഇത് ജൂത ബുദ്ധിയിൽ നിന്ന് ഉദിച്ചതാണ്, ഇത് ഷിയഈ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചതാണ്. അത് തന്നെയാണ് വിപ്ലവ ഇസ്ലാമിസ്റ്റുകളും ഇന്ന് ലോകത്തൊട്ടാകെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ഭൂമിയിൽ ഭരിക്കാൻ ഓ മുബാറക് നിനക്ക് കഴിയില്ല. ഓ സൈനുൽ ആബിദീൻ, ദൈവത്തിന്റെ ഭൂമിയാണ്, ഇവിടെ നീ പുറപ്പെടണം. അതല്ലാതെ അവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള അഴിമതിയോ അതല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ ആശയങ്ങളോ ചെയ്തതിനല്ല അവിടുത്തെ വിപ്ലവ ഇസ്ലാമിസ്റ്റുകൾ നിരന്തരമായി പടപൊരുതിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിലൊരു അജണ്ടയുണ്ട്. അവിടുത്തെ ജനങ്ങൾ ആ ഭരണഭാരം പേറിയേറെ പ്രയാസപ്പെട്ടു എന്നത് ശരി തന്നെ. പക്ഷേ അൽ ഇഖ്വാനുൽ മുസ്ലിമൂനെ സംബന്ധിച്ചിടത്തോളം, അവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന വിപ്ലവ ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലൊരു ധാരണയുണ്ട്. ആ ധാരണയാണ് യൂസുഫുൽ ഖർറാവി പറഞ്ഞിട്ടുള്ളത്, ആ ധാരണയാണ് ഫഹ്മി ഹുവൈദി പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ ധാരണ? ഇവിടെയുള്ള വ്യവസ്ഥിതിയെ തുടച്ചു നീക്കേണ്ടതുണ്ട്. വ്യവസ്ഥിതി തുടച്ചു നീക്കണം. അത് ദൈവികേതരമായ വ്യവസ്ഥയാണ്. അതുകൊണ്ട് ഏത് ലോകത്തിന്റെ ഏത് കോണിലായാലും ദൈവികേതര ഭരണകൂടങ്ങൾ ഇവിടെ ഭരിക്കുന്നുണ്ടെങ്കിൽ അവയെ തച്ചുടച്ച്, മൻമോഹൻ സിംഗിനെ തച്ചുടച്ച്, VS അച്യുതാനന്ദന്റെ ഭരണം തച്ചുടച്ച് ഇവിടെ ഒരു ദൈവരാജ്യം സ്ഥാപിക്കണമെന്നുള്ള ഏറ്റവും അപകടകരമായ ചിന്തയാണ് സയ്യിദ് മൗദൂദി പകർന്നു നൽകിയിട്ടുള്ളത്. അതുതന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി നാളിതുവരെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ആ ആശയം തന്നെയാണ് ഇന്ന് NDF-നെ പോലുള്ള, സോളിഡാരിറ്റിയെ പോലുള്ള അതുപോലുള്ള തീവ്ര ചിന്തകളുമായി പ്രവർത്തിക്കുന്ന ആളുകളിലേക്കെല്ലാം തന്നെ ജമാഅത്തെ ഇസ്ലാമി നിരന്തരമായി കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നതും ഈ ആശയമാണ്. ഈ ഭരണകൂടത്തെ തള്ളിയിടുക,
ഈ ഭരണകൂടത്തിന്റെ അടിത്തറ മാന്തുക, ഈ രാജ്യത്തിന്റെ അടിപ്പടവ് മാന്തുക. ഇതിനു വേണ്ടിയാണ് നിരന്തരമായി എഴുതുകയും ഈ രാജ്യത്തിന്റെ മുഴുവൻ മൂല്യങ്ങളെയും നിർവീര്യമാക്കുന്ന എഴുത്തുകുത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, സയ്യിദ് മൗദൂദി പറഞ്ഞു, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഏത്? ദൈവീകതര ഭരണകൂടങ്ങൾ ഇവിടെ ഉണ്ടാവുക എന്നതാണ് കുഴപ്പം. ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ ഇത്തരം ശക്തികൾ ഈ രാജ്യത്തുണ്ടാവാൻ പാടില്ല. അത് തച്ചുടക്കണം. ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഒക്കെ വാദോരാതെ സംസാരിക്കാറുണ്ട്, എവിടെ കിട്ടിയാലും എഴുതാറുണ്ട്. പക്ഷേ ജനാധിപത്യം, ഇന്ത്യയിലെ ജനാധിപത്യം, ഇന്ത്യയിലെ മതേതരത്വം, ജനങ്ങൾ അംഗീകരിക്കുന്ന മതേതരത്വം, അതിനെയാണ് കടക്ക് കത്തിവെക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സയ്യിദ് മൗദൂദി പറഞ്ഞു, ആ ഫിത്നയെ തുടച്ചു നീക്കുന്നത് വരെ മുസൽമാന്റെ വാൾ ഉറയിൽ പോവുകയില്ല. നോക്കൂ നിങ്ങൾ, ഏറ്റവും അപകടകരമായ ഒരു വാദമാണിത്. ഈ രാജ്യത്തെ ഭരണകൂടങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തെ 1000 വട്ടം നിരോധിക്കുവാനും അർഹതയുള്ള ഒരു വാക്കാണിത്. എന്താ ഇതിന്റെ അർത്ഥം? ഒരു മുസൽമാന്റെ വാൾ ഉറയിൽ പോവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുസൽമാൻ 24 മണിക്കൂറും ആയുധങ്ങളുമായിട്ട് റോന്തു ചുറ്റിക്കൊണ്ടിരിക്കണം ഒരു ബഹുമത സമൂഹത്തില്. ആ മറ്റു മതസ്ഥരെ എല്ലാം തന്നെ കശാപ്പ് നടത്തി ഈ രാജ്യത്തിന്റെ സർവ വേരുകളെയും തല്ലിയുടച്ചുകൊണ്ട് ഇവിടെ തന്റെ ദൈവിക രാജ്യം സ്ഥാപിക്കുന്നത് വരെ ആ വാളുണ്ടല്ലോ, ഊരിമിന്നുന്ന വാള്, ആ വാള് ഉറയിലിടാൻ പാടില്ലെന്നാണ് സയ്യിദ് മൗദൂദി പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഈ സയ്യിദ് മൗദൂദിയുടെ വാക്യങ്ങൾ തഫ്ഹീമാത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു, വായിക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ, ഏത് രാജ്യത്തിന്റെയും ഭരണാധികാരികൾക്ക് അൽ ഇഖ്വാനുൽ മുസ്ലിമൂനെ, വിപ്ലവി ഇസ്ലാമിസ്റ്റുകളെ, ജമാഅത്തെ ഇസ്ലാമിയെ ആ രാജ്യത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ ഈ വാക്കുകൾ തന്നെ എമ്പാടും മതിയാകും. അതുകൊണ്ടാണ് ബംഗ്ലാദേശ് അവിടെ പുസ്തകങ്ങൾ നിരോധിച്ചത്, അതുകൊണ്ടാണ് സൗദി അറേബ്യ പടി അടച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് യമൻ പടിയടച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് തൂനിസില് വീണ്ടും റാഷിദുൽ ഗനൂഷിയുടെ നേതൃത്വത്തിൽ വിപ്ലവ ചിന്തകൾ കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ബുദ്ധിയുള്ളവർ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈജിപ്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ മുബാറക്ക് മാറിയാലും അൽ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ വിപ്ലവ ചിന്തകൾ ഞങ്ങളുടെ രാജ്യത്ത് വേണ്ട എന്ന് അവിടെയുള്ള ചെറുപ്പക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തും അവർ ഭരണസിരാ കേന്ദ്രങ്ങളിൽ എത്താൻ പാടില്ല, നമ്മുടെ രാജ്യത്തും കുഞ്ചിക സ്ഥാനങ്ങളിൽ എത്താൻ പാടില്ല. ഈ രാജ്യത്ത് ഹിന്ദുക്കൾ തീവ്രവാദത്തെ അഥവാ കാവ്യ ഭീകരതയെ, ഹിന്ദു ഭീകരതയെ നശിപ്പിക്കുവാൻ വേണ്ടി ബാലറ്റിലൂടെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ, അതിൽ യാതൊരു തർക്കവുമില്ല, ഇവിടുത്തെ സുന്നികളും മുജാഹിദുകളും അതുപോലെ ഇവിടെ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഏതൊരു സംഘടനയും ജമാഅത്തെ ഇസ്ലാമിയുടെ വിചാരധാരയെ, ജമാഅത്ത് പരിവാർ അവതരിപ്പിക്കുന്ന ഏറ്റവും തീവ്രമായ ആശയത്തെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ആഘാതം അവർക്ക് പേറേണ്ടി വന്നു. 1691 1700 സീറ്റിൽ 1691 സീറ്റിലും പരാജയപ്പെടുകയുണ്ടായി. 9 സീറ്റുകളിൽ ഏതെല്ലാം അലവിലകളെ പിടിച്ചുകൊണ്ട് കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ക്രെഡിറ്റോ മതരാഷ്ട്രവാദം മുന്നിൽ വെച്ചതുകൊണ്ടോ അല്ല, അത് മുഖം മൂടിയിട്ടുകൊണ്ട് പ്രച്ഛന്ന വേഷം നടത്തിയതിന്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ രാജ്യത്ത് മനുഷ്യർ ഉയർന്നു കഴിഞ്ഞു. ഈ രാജ്യത്തെ ഇടതുപക്ഷക്കാരും ഈ രാജ്യത്തെ ജനാധിപത്യ ചേരിയും ഈ രാജ്യത്തെ മുസ്ലിം സംഘശക്തിയും നിങ്ങൾക്കെതിരെ ഒന്നിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതിനെതിരെ പൊരുതുന്നവരെ ഇല്ലാതാക്കുവാനും നാമാവശേഷമാക്കുവാനും നിങ്ങൾ എത്ര തന്നെ തൂലികയേന്തിയാലും അതെല്ലാം തന്നെ ചവറ്റുകൊട്ടയിൽ വിശ്രമിക്കുകയുള്ളൂ. ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരികയില്ല. കാരണം ഇന്ത്യ രാജ്യത്ത് അത്രത്തോളം അസ്വസ്ഥതയാണ് നിങ്ങൾ പടർത്തിയിട്ടുള്ളത്. ഇവിടെ നസീറിനെ ഉണ്ടാക്കിയിട്ടുള്ളത്, അതുപോലെ ഫയാസിനെ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇവിടെ ഫയാസിന്റെ ഉമ്മമാരെ സൃഷ്ടിച്ചിട്ടുള്ളത്, അതുപോലെ ചെട്ടിപ്പടികൾ ഉണ്ടായിട്ടുള്ളത്, അതുപോലെ നമ്മുടെ പരിശീലനങ്ങൾ നടക്കുന്ന അത്തരം കളരികൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ ആശയ കുത്തിവെപ്പ് കൊണ്ടും നിങ്ങളുടെ ഇന്റലക്ച്വൽ ജിഹാദ് കൊണ്ടുമാണ്, ബൗദ്ധിക ജിഹാദ് കൊണ്ടുമാണ്. ആ ബൗദ്ധിക ജിഹാദ് കൊണ്ടാണ് സിമി ഇവിടെ പറന്നു വീണിട്ടുള്ളത്. ആ സിമിയുടെ പേര് മാറ്റിയ രൂപമാണ് സോളിഡാരിറ്റിയും NDF-ഉം. നിങ്ങൾക്ക് പരസ്പരം ചെറിയ എന്തൊക്കെയോ ധാരണ പിശക് മാത്രമാണ്. ആശയത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുപുറമാണ് എന്ന് ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകന്റെ പുസ്തകങ്ങളാണ് NDF-ന് ഏറ്റവും ഇഷ്ടമുള്ളത്. അവരുടെ
അവരുടെ പേരുകളാണ് അവർ വിപ്ലവ ചിന്ത പടർത്തുവാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോളിഡാരിറ്റിയും ഇന്ന് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മേലങ്കി അണിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ തത്രപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ പൗരാവകാശത്തിന്റെ കുപ്പായം ഇട്ടുകൊണ്ടിരിക്കുന്നു. സാമൂഹ്യ നീതിയുടെ പേരിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ദളിതുകാർക്ക് വേണ്ടി ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യാവകാശ ധ്വംസനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാരുടെ കയ്യൊപ്പ് എന്നൊക്കെ പറഞ്ഞു ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി യോഗം കൂടാനിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ തീവ്രവാദ അജണ്ടകൾ ഈ രാജ്യത്തെ യുവാക്കളിലേക്ക് അതിസമർത്ഥമായി പടർത്തുവാൻ വേണ്ടിയാണ് നിങ്ങൾ മൈലമ്മയെയും ലാഹഗോപാലനെയും അതുപോലെ എക്സ്പ്രസ് ഹൈവേയും ഒക്കെ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതൊരു പ്രച്ഛന്ന വേഷമാണ്. നിങ്ങളുടെ കളങ്കിത മുഖം ഈ രാജ്യത്ത് പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. എത്രയെല്ലാം സാമൂഹ്യ പ്രവർത്തനം നടത്തിയാലും, എത്രയെല്ലാം സാമൂഹ്യ ഇടപെടലുകൾ നടത്തിയാലും, എത്രയെല്ലാം യൂറോ ശർമിളക്ക് വേണ്ടി വാദിച്ചാലും, ടിസ്റ്റൽക്ക് വേണ്ടി വാദിച്ചാലും, ബിനായക് സിംഗിന് വേണ്ടി വാദിച്ചാലും, അതുപോലെ ആർക്കെല്ലാം വേണ്ടി നിങ്ങൾ വാദിച്ചാലും ആ വാദം എന്തിനു വേണ്ടിയാണ് എന്ന് ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ഇനി അറിയാനുള്ളത് കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അവർ കപട ആക്ടിവിസ്റ്റുകളാണ്. അവർക്ക് ജമാഅത്തെ ഇസ്ലാമി പേജും സ്റ്റേജും നൽകിക്കൊണ്ടിരിക്കുന്നു. ചില കപട ഇടതുപക്ഷത്തിന്റെ ആളുകൾക്കുമാണ് അവർക്കും പേജ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഒറിജിനൽ ഇടതുപക്ഷത്തിന് അവരുടെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം അതിശക്തമായിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ മലയാളക്കരയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാഴ്ച തന്നെയാണ്. അതുപോലെ ഇവിടുത്തെ ജനാധിപത്യ ചേരിയും മുസ്ലിം സംഘശക്തിയും ഒന്നിച്ചാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടകരമായ ചിന്തയെ ഇല്ലാതാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, മലയാളക്കരയിൽ ഇത്തരം മതരാഷ്ട്രവാദ ചിന്തകൾ പൂത്ത് പ്രഫുല്ലമാവുകയില്ലെന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിലോമകരമായ ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് പടർത്തുന്നതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. മുസ്ലിം ന്യൂനപക്ഷത്തെ ജാഗരം കൊള്ളിച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്താൻ ആർക്കും സാധിക്കില്ല. പണ്ട് അബ്ദുൽ നാസർ മഅദനി അങ്ങ് തെക്ക് നിന്ന് വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് കടന്നു വന്നപ്പോ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു, അരുത് മഅദനി, നിങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാസ്ഥ്യം കെടുത്താൻ പാടില്ല. എന്താണ് ഉണ്ടായത് എന്ന് കേരളം പിന്നീട് കണ്ടു. ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കുന്നതിലും ഭേദവിചാരങ്ങളോടുകൂടി പരസ്പര വിദ്വേഷം പലർത്തുന്നതിലേക്കുമൊക്കെയാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടത്. അന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു ഇത് അപകടകരമാണ് എന്ന്. പക്ഷേ അന്ന് ജമാഅത്തെ ഇസ്ലാമി അവരുടെ പത്രങ്ങളും അവരുടെ ഔദ്യോഗിക ജിഹയുമൊക്കെ അതിനുവേണ്ടി ഓശാന പാടി. പക്ഷേ കുടുങ്ങിയപ്പോൾ ആ പാവത്തെ അത് സഹായിക്കാൻ നിന്നില്ല. എല്ലാ തീവ്രവാദ ശക്തികൾക്കും സ്റ്റേജും പേജും നൽകുക എന്നുള്ള ഏറ്റവും വലിയ അപകടകരമായ ഒരു സാഹചര്യമാണ് ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെയാണ് ലോകതലത്തിൽ തന്നെ ഇന്ന് ഏറ്റവും വലിയ ഭീകര സംഘടനയായി അറിയപ്പെടുന്നത് ബ്രദർഹുഡാണ്. യാതൊരു സംശയവുമില്ല. ബ്രദർഹുഡിന്റെ ഏറ്റവും ഭീകരമായ കൃത്യങ്ങളെ സംബന്ധിച്ച് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഏതാണ് ഈ ബ്രദർഹുഡ്? ആ ബ്രദർഹുഡിന്റെ ശാഖയായിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ബില്ലാദിന്റെ പ്രവർത്തനങ്ങൾക്ക് വിരിച്ചു കൊടുക്കുന്നത്, വഴിയൊരുക്കി കൊടുക്കുന്നത്. ഓരോ രാജ്യത്തും വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നത് അവരാണ്. അതുപോലെ അമേരിക്കൻ ചാരന്മാരായി പ്രവർത്തിക്കുന്നത് അൽ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആളുകളാണ് എന്നുള്ളത് ഇവിടെ അറിയപ്പെട്ട സംഗതിയാണ്. കാരണം റഷ്യൻ ചെമ്പടയെ അഫ്ഗാനിന്റെ മണ്ണിൽ നിന്ന് തുരത്തുവാൻ വേണ്ടി അമേരിക്ക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്തതിൽ ആരായിരുന്നു കൂടുതലെന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. സയ്യിദ് ഖുത്ബിന്റെയും ഹസനുൽ ബന്നയുടെയും സയ്യിദ് മൗദൂദിയുടെയും പുസ്തകങ്ങൾ വായിച്ച് ജിഹാദിന്റെ ആവേശം കയറിയ ചെറുപ്പക്കാരെയാണ് സിഐഎയുടെ നേതൃത്വത്തിൽ അമേരിക്ക അവരുടെ വൈറ്റ് ഹൗസിൽ കൊണ്ടുചെന്നുകൊണ്ട് ചെലവും നൽകി പോറ്റി വളർത്തിയത്. എന്നിട്ട് റഷ്യൻ ചെമ്പടയെ അങ്ങ് അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്ന് തുരത്തിയപ്പോഴോ അവരുടെ നാടുകളിലേക്ക് പറഞ്ഞയച്ചു. ആ നാടുകളിൽ ചെന്നിട്ട് അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അൾജീരിയക്കാരൻ അവിടെ സ്ഫോടനം നടത്താൻ തുടങ്ങി, ഫലസ്തീനി അവിടെ സ്ഫോടനം നടത്താൻ തുടങ്ങി, ഈജിപ്റ്റ് അവിടെ സ്ഫോടനം നടത്താൻ തുടങ്ങി. ആ സ്ഫോടനങ്ങളുടെ എല്ലാം തന്നെ ചാരക്കൂനയിലെ തീപ്പൊരിയാണ് ഇന്ന് അറബ് ലോകത്ത് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മുസ്ലിം ലോകത്തെ കുട്ടിച്ചോറാക്കാനുള്ള സയനിസ്റ്റ് ബുദ്ധിയുടെ ശ്രമമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നൈൽ നദിക്ക് വേണ്ടി ഇവിടുത്തെ ജൂത ബുദ്ധി എത്രയോ വർഷങ്ങളായി വലവിരിച്ചിരിക്കുകയാണ്.
ബാഗ്ദാദിന്റെ മണ്ണിൽ കാലുകുത്തിയ സയനിസ്റ്റ് ബുദ്ധി ഇതാ നൈലിന്റെ മണ്ണിലും കാലുകുത്തിക്കൊണ്ട് നദീതടങ്ങളെ കൊള്ളയടിക്കുവാൻ ഹീനമായ ശ്രമങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് വിപ്ലവ ഇസ്ലാമിസ്റ്റുകളെ നിങ്ങൾക്ക് അത്തരം സൈനിസത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ അഖണ്ഡത, ഈ രാജ്യങ്ങളുടെ അഖണ്ഡതയും ഐക്യവും സുരക്ഷിതത്വവും തകർക്കാൻ കഴിയുക? ഇല്ല, നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. നമ്മുടെ ഇന്ത്യ രാജ്യത്തും അത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ പരിശീലിക്കാൻ നോക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അത്തരം പ്രതിലോമകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നോക്കരുത്. നിങ്ങളുടെ മതരാഷ്ട്രവാദ ചിന്തയുണ്ടല്ലോ, ഹാക്കിമിയത്തുള്ള സിദ്ധാന്തം, അതാണ് ലോകത്ത് മുഴുവൻ തീവ്രവാദം പടർത്തിയിട്ടുള്ളത് എന്ന് നിങ്ങളുടെ സമ്മേളനത്തിന് ക്ഷണിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഫഹ്മി ഹുവൈദി തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതെന്താ? ഇന്തോനേഷ്യ മുതൽ അൾജീരിയ വരെയുള്ള പ്രദേശങ്ങളിൽ തീവ്രവാദ ആശയങ്ങൾ പടർത്തുന്നതിൽ ഏറ്റവും പങ്ക് വഹിച്ചത് സയ്യിദ് മൗദൂദിയും സയ്യിദ് ഖുത്ബുമാണ് എന്നാണ് വിപ്ലവ ഇസ്ലാമിസ്റ്റുകളുടെ സൈദ്ധാന്തിക അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്ന മആലിം ഫി ത്വരീഖ്, വഴിയടയാളങ്ങൾ എന്നുള്ള പുസ്തകമാണ് മുസ്ലിം ലോകത്ത് ഇത്തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ എന്ന പേരിലുള്ള വിനാശകരമായ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചതെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരം വിനാശകരമായ വിപ്ലവങ്ങൾക്ക് അടിത്തറയായി മാറിയത് തഫ്ഹീമാത്തും അതുപോലെ സയ്യിദ് മൗദൂദിയുടെ ജിഹാദുമൊക്കെയാണ് എന്ന് നാം കൂട്ടിവായിക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം നടക്കുന്ന മുഖാമുഖത്തിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പ്രമാണബദ്ധമായി കൊണ്ട് തന്നെ നമ്മുടെ പണ്ഡിതന്മാർ അതിന് കൃത്യമായി മറുപടി നൽകും. മുജാഹിദ് പ്രധാനിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശത്തിന്റെ പ്രചാരണത്തിലാണ്. ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഇതാണ് മഹത്തായ സന്ദേശം. ഇതിൽ എന്തെങ്കിലും രൂപത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർക്കുവാനുള്ള സുവർണ അവസരമാണ് നിങ്ങളുടെ നാട്ടിൽ കിട്ടിയിരിക്കുന്നത്. സമാധാനത്തോടുകൂടി സംവാദവേദി ഉപയോഗിക്കണമേ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടി ഈ പരിപാടി ഇവിടെ നിർത്തിവെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം നടക്കുന്ന ചോദ്യോത്തര വേളയിലേക്ക് നേരത്തെ തന്നെ നിങ്ങൾ ഇവിടെ വന്നിരിക്കണമെന്ന് കൂടി ഉണർത്തിക്കൊണ്ട് വിഷയ സംബന്ധമായ ചില സൂചനകൾ നിങ്ങളിലേക്ക് ഇട്ടു തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വഅബ്ദിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.